ഹലോ മൈ വ്യൂവേഴ്സ്, ഐ ആം യുവർ മാൻ ഉമർ. എല്ലാവർക്കും നമ്മുടെ മാക് അപ്ഡേറ്റ്സിൻ്റെ ഒരു പുതിയ വീഡിയോ സീരീസിലേക്ക് സ്വാഗതം. ഗൈസ്, നമ്മുടെ ഇന്നത്തെ ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൃശ്യത്തിൻ്റെയാണ്. ഗൈസ്, ദൃശ്യത്തിൻ്റെ റിലീസ് ഡേറ്റ് അങ്ങനെ ഒഫീഷ്യലായിട്ട് മാറ്റിയിരിക്കുകയാണ്. മെയ് 31 മാറ്റിയേക്കണം. ഓൾറെഡി കുറച്ച് ദിവസമായിട്ട് റൂമേഴ്സ് ഉണ്ടായി, പ്രശ്നങ്ങളും കാര്യങ്ങളും നടക്കണോണ്ട് റിലീസ് മാറ്റാൻ സാധ്യതയുണ്ടെന്ന്. അപ്പോൾ ഇന്ന് ഒഫീഷ്യലായിട്ട് വന്നേക്കാണ്. മെയ് 31 റിലീസ് ഡേറ്റ് മാറ്റിയേക്കുന്നത്. ലാലേട്ടൻ്റെ ബർത്ത്ഡേ ആണ് അന്ന്. അന്നത്തേക്കാണ് റിലീസ് ഡേറ്റ് മാറ്റിയേക്കണം. ഇപ്പോൾ മാറ്റിയ ഡേറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ഡേറ്റാണെന്നാണ് മനസ്സിലായത്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഓൾറെഡി നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. ആദ്യത്തെ റിലീസ് ചെയ്യണ അന്നോട്ട് ആദ്യത്തെ 10 ദിവസത്തേക്ക് GCCയിലാണെങ്കിലും ഈദ് വന്നുകൊണ്ട് GCCയിലും പിന്നെ നമ്മുടെ കേരളത്തിലാണെങ്കിലും പിന്നെ അല്ലാതെയും അവധിയും കാര്യങ്ങളായിട്ട് മൊത്തത്തിൽ 5 ദിവസം എങ്ങാണ്ട് ഹോളിഡേ ആയിട്ടും അല്ലാതെ ആണെങ്കിലും നല്ല റിലീസാണ് പടത്തിന് വന്നത്. അപ്പോൾ നല്ല ടേസ്റ്റാണെന്നാണ് ഗൈസ്. നമ്മുടെ അടുത്ത അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ ആടിൻ്റെയാണ് ഗൈസ്. ആടിൻ്റെ ഒഫീഷ്യൽ കളക്ഷൻ വന്നിട്ടുണ്ട്. 4 ദിവസത്തെ 87 CR ആണ് കിട്ടിയേക്കുന്നത് ഗൈസ്. നമ്മുടെ അടുത്ത അപ്ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറുപ്പിൻ്റെയാണ് ഗൈസ്. കറുപ്പിൻ്റെ പ്രീ ബിസിനസ് ആയിട്ട്, അതായത് OTTയുടെയും സാറ്റലൈറ്റിൻ്റെയൊക്കെ ഡീലായിട്ട് കിട്ടിയേക്കുന്നത് റൂമേഴ്സ് പ്രകാരം 110 കോടിയാണ്. OTT എടുത്തേക്കുന്നത് ആമസോൺ പ്രൈം വീഡിയോസും സാറ്റലൈറ്റായിട്ട് സീ തമിഴാണ് എടുത്തേക്കുന്നത്. പിന്നെ അതിൻ്റെ സിനിമയുടെ ബഡ്ജറ്റ് കേൾക്കുന്നത് 130 കോടി എന്തോട്ടെ ഗൈസ്. റൂമേഴ്സാണ് എല്ലാം. പക്ഷേ ഞാൻ ഇത്രയും ഒരു ബഡ്ജറ്റ് പ്രതീക്ഷിച്ചില്ല ഗൈസ് സൂര്യയുടെ പടത്തിന്. റൂമേഴ്സ് പ്രകാരം ശരിയാണെങ്കിൽ 130 കേൾക്കേണ്ടത്. എത്രത്തോളം കറക്റ്റാണെന്ന് എനിക്ക് അറിയാൻ പാടില്ല. 110 കോടിയാണ് പ്രീ ബിസിനസ്സായിട്ട് കിട്ടിയേക്കുന്നതാണ് ഇപ്പോൾ റൂമേഴ്സ് കേൾക്കുന്നത്. പക്ഷേ ഞാൻ ഒട്ടും സിനിമയുടെ പടത്തിന് ബഡ്ജറ്റായിട്ട് 130 കോടി വിചാരിച്ചില്ലായിരുന്നു ഗൈസ്. പിന്നെ സിനിമ റിലീസ് ചെയ്യുന്നത് മെയ് 14 നമ്മുടെ അടുത്ത അപ്ഡേറ്റ് പറയുകയാണെങ്കിൽ കൽക്കിയുടെയാണ് ഗൈസ്. കൽക്കിയുടെ ഓൾറെഡി ഷൂട്ടിങ് കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുകയല്ല. അപ്പോൾ അതിൽ ദുൽഖർ ജോയിൻ ചെയ്തിട്ടുണ്ട് ഗൈസ്. ദുൽഖറിന് ഒരു എക്സ്റ്റൻഡഡ് ക്യാമിയോ റോളായിട്ടാണ് വന്നതെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. നമ്മുടെ ഫസ്റ്റ് പാർട്ടിൽ ദുൽഖർ കുറച്ചായിട്ടാണ് ഉണ്ടായുള്ളൂ. അപ്പോൾ ഇതിൽ ക്യാമിയോ പോലെ കുറച്ചായിട്ടാണ്, പക്ഷേ ഇതിൽ എക്സ്റ്റൻഡഡ് ക്യാമിയോ ആണ്. അത്യാവശ്യം നല്ല റോൾ ഉണ്ടാകുമെന്ന് മനസ്സിലായത്. എക്സ്റ്റൻഡഡ് ക്യാമിയോ എന്നാണ് കേട്ടത്. പിന്നെ ഹൈദരാബാദിലാണ് ഇപ്പോൾ ഷൂട്ടിങ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദുൽഖർ ജോയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ അടുത്ത പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മധുവിധുമാണ് ഗൈസ്. ഷറഫുദ്ദീൻ്റെ പടമാണ്. ഷറഫുദ്ദീൻ്റെ പുതിയ പടത്തിൻ്റെയാണ്. അതിൻ്റെ ടീസർ നാളെ റിലീസാവുന്നുണ്ട്. മാർച്ച് 24 പിന്നെ നമ്മുടെ അടുത്ത അപ്ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലതുവശത്തെ കള്ളനില്ലേ ഗൈസ്, നമ്മുടെ ജിത്തു ജോസഫ് ഡയറക്റ്റ് ചെയ്ത പടം. അതിൻ്റെ നമ്മുടെ ബിജു മേനോനും പിന്നെ നമ്മുടെ പേരും വിട്ടുമല്ല, ബിജു മേനോനും നമ്മുടെ ജോജോ ജോർജും കൂടിയും അഭിനയിച്ച പടം. അതിൻ്റെ OTTയുടെ റിലീസ് ഡേറ്റ് വന്നിട്ടുണ്ട്. മനോരമ മാക്സിലാണ് റിലീസ് ചെയ്യുന്നത് മാർച്ച് 27 ഗൈസ്. പിന്നെ നമ്മുടെ ലാലേട്ടൻ്റെ L366 ഉണ്ടല്ലോ, തരുൺമൂർത്തി ഡയറക്റ്റ് ചെയ്യുന്ന പടം. അതിൻ്റെ കൊച്ചി ഷെഡ്യൂൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി അടുത്ത ഷെഡ്യൂൾ വന്നത് തൊടുപുഴയിലാണ് ഗൈസ്. നമ്മുടെ അടുത്ത അപ്ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രതിച്ഛായയുടെയാണ്. പ്രതിച്ഛായയുടെ സർട്ടിഫിക്കറ്റ് വന്നിട്ടുണ്ട്. ക്ലീൻ യു സർട്ടിഫിക്കറ്റാണ് പ്രതിച്ഛായക്ക് കിട്ടിയേക്കുന്നത്. പിന്നെ നമ്മുടെ ഇന്നത്തെ ലാസ്റ്റത്തെ അപ്ഡേറ്റ് എന്നല്ല, അതായത് ഇനി വൺ പീസ് വരാൻ വേണ്ടി 13 ദിവസം കൂടി ഉള്ളൂ ഗൈസ്. അപ്ഡേറ്റ് അല്ല എന്ന് പറയാൻ കാര്യം ഇത് ഓൾറെഡി നമുക്ക് എല്ലാവർക്കും അറിയേണ്ടതാണ്. അപ്ഡേറ്റ് ആയിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് പറയേണ്ട പോലും കാരണമില്ല. കാരണം നമ്മളെല്ലാവരും കാത്തിരിക്കേണ്ട ആളാണ് ഗൈസ്. ഇനി വെറും 13 ദിവസം കൂടിയാണ് നമ്മുടെ എൽബാഫാർക്ക് വരാൻ ഉള്ളൂ. എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്നതാണ്. എൽബാഫാർക്ക് തുടങ്ങുന്നത് തന്നെ നമ്മുടെ ബർത്തലോമിയോയും ഷാങ്സിൻ്റെ സീനാന്ന് തോന്നുന്നത്. എനിക്ക് ഫസ്റ്റ് വന്നത് നമ്മുടെ ബർത്തലോമിയോ ഷാങ്സിൻ്റെ അണ്ടറിലുള്ള സ്ഥലം പോയിട്ട് പ്രശ്നം ഉണ്ടായി കഴിയുമ്പോൾ ഷാങ്സ് ബർത്തലോമിയോയും കൊണ്ട് ഫേക്ക് പോയിസൺ പോലും സംഭവം കുടിപ്പിക്കുന്ന സീനുണ്ടല്ലോ ഗൈസ്. അതാണെന്ന് എനിക്ക് തോന്നണം. മിസ്റ്റേക്കാണ് നിങ്ങൾ തിരുത്തുക. അപ്പോൾ എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം ഗൈസിന്. ഉള്ളി 13 ദിവസം കൂടി ഉള്ളൂ നമ്മുടെ മസ്റ്റ് വെയിറ്റഡ് ആയിട്ടുള്ള എൽബാഫാർക്ക് വരാൻ വേണ്ടി. ഞാൻ ആലോചിക്കായിരുന്നു ഗൈസ്, എത്ര വർഷങ്ങൾക്ക് മുമ്പാണ് ലൂഫിയും ഉസപ്പും കൂടി എൽബാഫി പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് എത്ര വർഷത്തിന് ശേഷമാണ് അത് നടക്കുന്നതല്ലേ. ഇനി വെറും 13 ദിവസം ഗൈസ്. ഞാൻ ചിലപ്പോൾ ഈ വീഡിയോ ഇടുമ്പോൾ 12 ദിവസം കൂടി ഉള്ളൂ എൽബാഫാർക്ക് വരാൻ വേണ്ടി. അതിൻ്റെ ഇത് വന്നിട്ടുണ്ട് ഗൈസ്, അതായത് ഏതൊക്കെ ദിവസമാണ് ഏതൊക്കെ എപ്പിസോഡാണ് വന്നതെന്നുള്ളൊരു സംഭവമൊക്കെ വന്നിട്ടുണ്ട്. ഞാനപ്പോൾ അതും കൂടി നോക്കി കറക്റ്റായിട്ട് അതിൻ്റെയൊക്കെ വീഡിയോ ചെയ്യണം എന്നുണ്ട്. പിന്നെ കുറേ ആനിമേഴ്സിൻ്റെ വീഡിയോസ് ചെയ്യണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ ഒന്നും നടന്നിട്ടില്ല. ഒക്കെ റെഡിയാക്കണം എന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ പറയാം, എന്തൊക്കെയാണ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ചെയ്യേണ്ടതെന്ന്. അപ്പോൾ എനിക്കതൊക്കെ പറ്റുന്നതെല്ലാം ഉൾപ്പെടുത്തിയിട്ട് വീഡിയോ ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കാമല്ലോ ഗൈസ്. അപ്പോൾ അത്രയുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. താങ്ക് യു, ബൈ.